യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞതായിരുന്നു ഇത്തവണത്തെ ശബരിമല തീർത്ഥാടന കാലം. ചരിത്രത്തിലാദ്യമായി നട തുറന്ന ദിവസം മുതൽ മകരവിളക്ക് ദിവസം വരെ സന്നിധാനത്തും പരിസരത്തും നിരോധനാജ്ഞ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായി. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ശബരിമല പലപ്പോഴും സംഘർഷത്തിന് വേദിയായി. ഇതിൽ പലതും പിന്നീട് രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തു. ഇത്തവണ ശബരിമലയിലെത്തിയ ഭക്തരുടെ എണ്ണത്തിൽ വലിയ തോതിൽ കുറവുണ്ടായി. ഇത് ശബരിമലയുടെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചു. സുപ്രീം കോടതി വിധിയെ തുടർന്ന് യുവതികളായ ബിന്ദുവും കനകദുർഗയും ശബരിമലയിൽ ദർശനം നടത്തി. തുടർന്ന് സന്നിധാനത്ത് നട അടച്ചിട്ടതും ശുദ്ധിക്രിയ നടത്തിയതും വലിയ വിവാദത്തിനാണ് വഴിവെച്ചത്. ഇതിന്റെ പേരിൽ തന്ത്രിക്ക് ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. ഇതിനുശേഷം ശശികല എന്ന ശ്രീലങ്കൻ യുവതിയും ചാത്തന്നൂർ സ്വദേശിനിയായ മഞ്ജുവും 18ാം പടി ചവിട്ടി. ഇന്നലെ രാവിലെ രേഷ്മയും ഷാനിലയും ദർശനത്തിന് വന്നെങ്കിലും നിലയ്ക്കലിൽ വെച്ച് പോലീസ് തടഞ്ഞു. തീർത്ഥാടന കാലത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ഇന്നലെ സന്നിധാനത്ത് ഹരിവരാസനം പാടി നട അടച്ച ശേഷം മാളികപ്പുറത്ത് ഗുരുതി നടന്നു. അതിനിടെ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയിൽ ലിസ്റ്റ് സമർപ്പിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി പന്തളം കൊട്ടാരം പ്രതിനിധി രംഗത്തെത്തി. ആവശ്യമില്ലാതെ അടി മേടിക്കുക, വെറുതെ പോകുന്ന അടി മേടിക്കാം. ഈ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആകാശത്തോടെ പോകുന്ന അടി ഏണി വെച്ച് മേടിക്കുമെന്ന്. ഇപ്പം സംഭവിക്കുന്നത് അതാണ്. കാരണം ഒരു കാര്യമില്ല, അവരാവശ്യപ്പെട്ടിട്ടില്ല ലിസ്റ്റ് വേണമെന്നൊന്നും ചോദിച്ചിട്ടില്ല. പുലർച്ചെ ദർശനം നടത്തി തിരുവാഭരണം തിരികെ വാങ്ങി പന്തളം രാജപ്രതിനിധി മടങ്ങിയതോടെ ഇത്തവണത്തെ തീർത്ഥാടനത്തിന് സമാപനമായി. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടന കാലത്തിനാണ് തിരശ്ശീല വീണത്. ശബരിമലയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത നിരവധി സംഭവങ്ങൾക്കും ഈ സമയം ശബരിമല വേദിയായി. സന്നിധാനത്ത് നിന്നും ക്യാമറാമാൻ അനൂപ് വാകത്താനത്തിനൊപ്പം BA ഗിരീഷ്, 24.